അത്രയൊക്കെ മഹത്വം അർഹിക്കുന്ന ഈ റബ്ബിനെ നമ്മുടെ നിസ്കാരത്തിൽ നിങ്ങളുടെ റുകൂഉകൾ ഫഅള്ളിമൂ ഫീഹി റബ്ബ, റബ്ബിനെ നിങ്ങൾ ധാരാളമായി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ സുജൂദിലും റുകൂഇലുമൊക്കെ നമ്മൾ തസ്ബീഹുകൾ അധികരിപ്പിച്ച് ചൊല്ലുകയാണ്. റുകൂഇൽ നമ്മൾ സുബ്ഹാന റബ്ബിയൽ അളീം, മഹാനായ എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്, സുബ്ഹാന റബ്ബിയൽ അഅല, അത്യുന്നതനായ എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്. ഇങ്ങനെ എത്ര തവണയാണ് റഹ്മാനായ റബ്ബിന്റെ മഹത്വത്തെ നമ്മൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അവനെ പരിശുദ്ധപ്പെടുത്തുന്നതോടൊപ്പം ഓരോ പരിശുദ്ധപ്പെടുത്തലിലൂടെയും ദിക്റിലൂടെയും നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരാശ്വാസമുണ്ട്, നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു ധൈര്യമുണ്ട്. ആ ധൈര്യമാണ് തവക്കുൽ. ആ ധൈര്യമാണ് എത്രത്തോളം മഹാത്മ്യമുള്ള എൻ്റെ റബ്ബ് എന്തിനും കഴിവുള്ളവനാണെങ്കിൽ ഞാൻ എന്തിന് ബേജാറാവണം, ഞാൻ എന്തിന് വെപ്രാളപ്പെടണം, ഞാൻ എന്തിന് ടെൻഷൻ അനുഭവിക്കണം എന്ന മുഅ്മിനിന്റെ മനക്കരുത്ത് ആ തവക്കുലാണ്. അമ്പിയാക്കൾ ഏറ്റവും വലിയ അഭയം കണ്ടെത്തിയത് ആ തവക്കുലിലാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയാം. മുന്നിൽ ആർത്തലച്ച് അടിച്ചുലയുന്ന സമുദ്രം, ബാക്കിൽ ആർത്തലച്ച് വരുന്ന ഫറോവയും പട്ടാളവും, എവിടേക്കും രക്ഷപ്പെടാനില്ലെന്ന് കണ്ട് ജനങ്ങളാകെ ബേജാറായപ്പോഴും നേതാവായ മൂസ നബി അലൈഹിസ്സലാം ജനങ്ങളെ സമാശ്വസിപ്പിച്ചത് ഒരൊറ്റ വാചകത്തിന്മേലാണ് ജനങ്ങളെ അടക്കി നിർത്തിയത്. ഖല്ല, വേണ്ടടാ, എന്തിനാടാ ബേജാറാകുന്നത്? ഇന്ന മഅയ റബ്ബി, തീർച്ചയായും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, ഒരു വഴി അവൻ കാണിച്ചു തരും. അത് പറയാൻ മാത്രം മിടുക്കുള്ള, കരുത്തുള്ള, ദൃഢതയുള്ള ഒരു തവക്കുൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഉണ്ടാക്കിയത് റബ്ബുണ്ട് എന്ന ആ റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം എത്ര തവണയാണ് പറയാറുള്ളത്? റദീതു ബില്ലാഹി റബ്ബ, എൻ്റെ റബ്ബിനെ, അള്ളാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. അത് തൃപ്തിപ്പെട്ടിരിക്കുന്നു നമ്മളൊക്കെ നാവ് കൊണ്ട് പറയും പോലെയല്ല ആ പറയൽ. എൻ്റെ റബ്ബ് അള്ളാഹുവായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ബേജാറുണ്ടാകാൻ പാടില്ല, എനിക്ക് പിന്നെ ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ റബ്ബല്ലേ, എൻ്റെ റബ്ബിന് ഞാൻ തൃപ്തിപ്പെട്ടു, അവൻ എന്നെ നോക്കിക്കോളും എന്നാണ് ആ പറഞ്ഞതിൻ്റെ കൃത്യമായ ആശയം. ഇതൊക്കെ പറയാൻ മാത്രമുള്ള ഒരു മാനസികമായ അവസ്ഥ ഉള്ളത് റഹ്മാനായ റബ്ബെന്ത് തന്നുവോ നിരാശപ്പെടാതെ അതിൽ സമ്പൂർണമായ സംതൃപ്തി. ഇനിയും കൂടുതൽ കിട്ടണോ? ചോദിക്ക്. റബ്ബിന്റെ ഖജനാവ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യദുല്ലാഹി മൽഅ, അതങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്, കൊടുത്താൽ തീരുന്നതൊന്നുമല്ല. ചോദിച്ചോ. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് മാത്രം വിളിച്ചു ചോദിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. റഹ്മാനായ റബ്ബിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന റബ്ബക്കും, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ഹയ്യുൻ കരീം, അവൻ വളരെ ലജ്ജാശീലനാണ്, ഉദാരനാണ്. യസ്തഹീ മിൻ അബ്ദിഹി, ഒരടിമ ഇദാ റഫഅ യദൈഹി അൻ യറുദ്ദഹുമാ സിഫറാ, അവനിലേക്ക് ഉയർത്തിയ കരങ്ങളെ, ആത്മാർത്ഥമായി അവനിലേക്ക് ഉയർന്ന കരങ്ങളെ ഉത്തരം കൊടുക്കാതെ വെറുതെ അങ്ങോട്ട് തട്ടി അകറ്റുക എന്നുള്ളതിൽ റബ്ബിന് ലജ്ജയാണ്. റബ്ബത് ചെയ്യൂല. നിങ്ങൾ അള്ളാഹനെ എന്താ മനസ്സിലാക്കിയത്? അള്ളാഹ് അത്രത്തോളം നിങ്ങളോട് വാത്സല്യമുള്ളവനാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ ഈ കരുത്തോടെ, ഈ ദൃഢതയോടെ, നിരാശയില്ലാതെ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടെ യാ റബ്ബ് യാ റബ്ബ് എന്നവർ പ്രാർത്ഥിച്ചു, റബ്ബനാൻ അവർ പ്രാർത്ഥിച്ചു. ഉടനെ അവർക്ക് ഉത്തരവും കിട്ടിയിട്ടുണ്ട്. അത് അവരുടെ പ്രാർത്ഥനയുടെ ഇഖ്ലാസിന്റെ പവറാണത്, തവക്കുലിന്റെ ദൃഢതയാണത്. ഇവിടേക്ക് നമ്മളും എത്തുമ്പോൾ ഉത്തരം കിട്ടും. അത് നമ്മൾ പ്രയാസത്തിൽ ഏത് ഘട്ടത്തിലും ഓർക്കുക, റബ്ബുണ്ട് നമ്മുടെ കൂടെ എന്ന്. മറ്റാരും നമ്മളെ രക്ഷിക്കാനില്ല, റബ്ബാണ് നമ്മളോട് പറയുന്നതെന്ന ദൃഢമായ ബോധത്തോടെ തൗഹീദിന്റെ വക്താക്കളായി എടിയുറച്ച് മുന്നേറുക. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും യഥാർത്ഥമായ ഈമാനിൽ അടിയുറച്ച് മുന്നേറുന്ന സജ്ജനങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അതേ രീതിയിൽ തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന മുഅ്മിനീങ്ങളിൽ, മുവഹിദുകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾ